ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് SCERT 8ാം സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രം 2ാമത്തെ അധ്യായം പഠിക്കാം. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക്. അപ്പോൾ 1ാമത്തെ ചാപ്റ്റർ എല്ലാവരും പഠിച്ചു കാണുമല്ലോ. അപ്പോൾ ഇതിൻ്റെ PDF ടെലഗ്രാം ചാനലിൽ ടൈപ്പ് ചെയ്യുന്നതനുസരിച്ച് ഇട്ടേക്കാം. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യ നിരവധി നാട്ടുരാജ്യങ്ങളായി ഭിന്നിക്കപ്പെട്ടിരുന്നു. ജാതി, മതം, വേഷം, ഭാഷ, സംസ്കാരം തുടങ്ങിയ എല്ലാ മേഖലകളിലും വേർതിരിവ് നിലനിന്നിരുന്നു. എന്നാൽ 19ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ ഇത്തരം ഭിന്നതകൾക്കെല്ലാം അപ്പുറം ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം രൂപപ്പെട്ടു. ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു ഇന്ത്യൻ ജനതയുടെ ഐക്യബോധത്തിൻ്റെ അടിത്തറ. ഈ ഐക്യബോധത്തെയാണ് ദേശീയത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യൻ ദേശീയത ശക്തമാക്കുന്നതിനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് നമുക്ക് ഇവിടെ ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജി. അപ്പം അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ദാദാഭായ് നവറോജി. അദ്ദേഹത്തിനെ അറിയപ്പെടുന്ന ഏത് പേരിലാണ്? ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടു പോകുന്നുവെന്ന തൻ്റെ നിരീക്ഷണം, ചോർച്ചാ സിദ്ധാന്തം, അദ്ദേഹം ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചു. ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ മറ്റൊരു പേരാണ് ഡ്രെയിൻ തിയറി. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ചർച്ചാ വിഷയമാക്കുന്നതിന് ഇതിലൂടെ സാധിച്ചു. സാമ്പത്തിക നയം. ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കോളനിയായും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിയുന്ന ഒരു കമ്പോളമായും ഇന്ത്യ മാറി. സാമ്പത്തിക ചൂഷണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. ഇതിനായി അവർ സ്വീകരിച്ച നയങ്ങൾ ഇന്ത്യയിൽ തൊഴിലില്ലായ്മയ്ക്കും ദാരിദ്ര്യത്തിനും കാരണമായി. തൽഫലമായി കർഷകർ, കൈവേലക്കാർ, ചെറുകിട കച്ചവടക്കാർ, ഗോത്ര വിഭാഗങ്ങൾ തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെപ്പറ്റി വിശദമായ പഠനം നടത്തിയത് ദാദാഭായ് നവറോജി, RC ദത്ത്, മഹാദേവ് ഗോവിന്ദ റാനഡെ തുടങ്ങിയവരാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കളായിരുന്നു ഇവർ. അപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? ദാദാഭായ് നവറോജി, RC ദത്ത്, മഹാദേവ് ഗോവിന്ദ റാനഡെ. അപ്പോൾ ഇവരാണ് ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെപ്പറ്റി വിശദമായ പഠനം നടത്തിയത്. പാശ്ചാത്യ വിദ്യാഭ്യാസം. 19ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിച്ചത്. ബ്രിട്ടീഷുകാരുടെ മേന്മയെ ഉയർത്തിക്കാണിക്കാനും ഇന്ത്യക്കാരെ സാംസ്കാരികമായി തങ്ങൾക്ക് വിധേയരാക്കാനും തങ്ങളോട് അനുഭാവമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കാനുമാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത്. എന്നാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർ ജനാധിപത്യം, സ്വാതന്ത്ര്യം, സ്ഥിതിസമത്വം, തുല്യനീതി, ശാസ്ത്രബോധം, പൗരാവകാശം എന്നിവയെക്കുറിച്ച് അവബോധമുള്ളവരായി മാറി. പുതിയ ആശയങ്ങൾ പരിചയപ്പെട്ട ഇന്ത്യക്കാർ തങ്ങളുടെ രാജ്യം എങ്ങനെ ബ്രിട്ടന്റെ കീഴിലായി എന്ന് ചിന്തിച്ചു. ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി അവർ നിരന്തരം സംസാരിച്ചു. രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വരുന്നവർക്ക് ആശയ കൈമാറ്റത്തിനുള്ള പൊതുഭാഷയായി ഇംഗ്ലീഷ് മാറി. രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക ദൗർബല്യങ്ങൾ തിരിച്ചറിയുന്നതിന് പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യക്കാരെ സഹായിച്ചു. ഇത് ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിതെളിച്ചു. ഇപ്പം ഇന്ത്യയിൽ ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിതെളിച്ചത് എന്താണ്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ്. സാഹിത്യവും പത്രങ്ങളും. ഇന്ത്യയിൽ ദേശീയത പ്രചരിപ്പിക്കുന്നതിൽ സാഹിത്യകൃതികളും പത്രങ്ങളും പ്രധാന പങ്കുവഹിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രതിഷേധം സാഹിത്യത്തിൽ അലയടിച്ചു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും അവഗണനയും ചൂഷണവുമൊക്കെ സാഹിത്യകൃതികളിൽ പ്രതിപാദ്യ വിഷയങ്ങളായി മാറി. അക്കാലത്തെ പ്രമുഖ എഴുത്തുകാരായ ദീനബന്ധു മിത്ര, ബങ്കിം ചന്ദ്ര ചാറ്റർജി,
രവീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി മുതലായവരുടെ കൃതികൾ ജനങ്ങളിൽ ദേശീയ ബോധം വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ആരുടെയൊക്കെ കൃതികളാണ് ദേശീയ ബോധം ജനങ്ങളിൽ വളർത്താൻ സഹായിച്ചത്? ദീനബന്ധു മിത്ര, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി മുതലായവരുടെ കൃതികൾ. പ്രധാന ദേശീയ സാഹിത്യകാരൻ, ഭാഷ. ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ ഇവർ രണ്ടുപേരും ബംഗാളി ഭാഷയിലെ പ്രധാന സാഹിത്യകാരന്മാരാണ്. ലക്ഷ്മിനാഥ് ബസ്ബറുവ, ആസാമീസ്. വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ, മറാത്തി. അപ്പോൾ ലക്ഷ്മിനാഥ് ബസ്ബറുവ ആസാമീസ് ഭാഷയിലെ എഴുത്തുകാരനാണ്. വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ മറാത്തി ഭാഷയിലെ എഴുത്തുകാരനാണ്. സുബ്രഹ്മണ്യ ഭാരതി തമിഴിലെ സാഹിത്യകാരനാണ്. ഭാരതേന്ദു ഹരിചന്ദ്ര, പ്രേംചന്ദ് ഇവർ രണ്ടുപേരും ഹിന്ദി ഭാഷയിലെ സാഹിത്യകാരന്മാരാണ്. അൽത്താഫ് ഹുസൈൻ ഹാലി ഉറുദു ഭാഷയിലെ സാഹിത്യകാരനാണ്. വള്ളത്തോൾ നാരായണ മേനോൻ മലയാളത്തിലെ സാഹിത്യകാരനാണ്. അറിയാമല്ലോ നമുക്ക്. ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലുമായി നിരവധി പത്രങ്ങൾ അക്കാലത്ത് നിലവിൽ വന്നു. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് സാമൂഹിക പരിഷ്കർത്താവായ രാജാ റാം മോഹൻ റോയിയാണ്. അപ്പോൾ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ആര് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആരാണ്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയാണ് ഇന്ത്യയിൽ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. അദ്ദേഹം ആരംഭിച്ച പത്രങ്ങളാണ് ബംഗാളി ഭാഷയിലെ സംവാദ് കൗമുദിയും പേർഷ്യൻ ഭാഷയിലെ മിറാദ് ഉൽ അക്ബറും. അപ്പം രാജാറാം മോഹൻ റോയിയുടെ രണ്ട് പത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താണ് പറയേണ്ടത്? ബംഗാളി ഭാഷയിലെ പത്രം സംവാദ് കൗമുദി, പേർഷ്യൻ ഭാഷയിലെ പത്രം മിറാദ് ഉൽ അക്ബർ. ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കാനും അവയ്ക്കെതിരെ പ്രതികരിക്കാനും ചൂഷണങ്ങൾക്കെതിരായ മനോഭാവം വളർത്താനും ഇത്തരം വർത്തമാന പത്രങ്ങൾക്ക് സാധിച്ചു. ആധുനിക ആശയങ്ങളും ദേശീയതയും വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച പ്രധാന പത്രങ്ങളാണ് ചുവടെ ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് പത്രങ്ങൾ തന്നിട്ടുണ്ട്. ഏത് ഭാഷയിലാണ് ഉള്ളതെന്ന് നോക്കാം. അമൃത് ബസാർ പത്രിക ബംഗാളി ഭാഷയിലുള്ള പത്രമാണ്. ദി ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങിയവ ഇംഗ്ലീഷ് ഭാഷയിലെ പത്രങ്ങൾ. മാതൃഭൂമി, അൽ അമീൻ മലയാളം ഭാഷയിലെ പത്രങ്ങളാണ്. അപ്പോൾ ദേശീയത വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച പത്രങ്ങളുടെ പേരുകളാണ് ഇതൊക്കെ. ഏതൊക്കെയാ? അമൃത് ബസാർ പത്രിക, ദി ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ, മാതൃഭൂമി, അൽ അമീൻ. ബ്രിട്ടീഷുകാർ വർത്തമാന പത്രങ്ങളെ അവർക്കെതിരെയുള്ള പ്രചരണ ആയുധമായി കാണുകയും അവയെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയ നാട്ടുഭാഷാ പത്ര നിയമം. ഇത്തരം നിയമങ്ങൾക്കെതിരെ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി നിലകൊണ്ടു. നാട്ടുഭാഷാ പത്ര നിയമത്തിന് പറയുന്ന മറ്റൊരു പേരാണ് വെർണാക്കുലർ പ്രസ് ആക്ട്. അപ്പം നാട്ടുഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ്? ലിട്ടൺ പ്രഭുവാണ് നാട്ടുഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത്. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലാതാക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടാൻ ആധുനിക വിദ്യാഭ്യാസം സഹായിച്ചു. സാമൂഹിക പരിഷ്കരണത്തിനു വേണ്ടി പ്രവർത്തിച്ച ഇന്ത്യയിലെ ആദ്യകാല പ്രവർത്തകരെയും അവരുടെ പ്രവർത്തനങ്ങളെയും കുറിച്ച് നമുക്ക് പരിശോധിക്കാം. രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിലുണ്ടായ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയിയാണ്. അപ്പോൾ ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ്. 1772 ബംഗാളിൽ ജനിച്ച അദ്ദേഹത്തിന് ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതങ്ങളിൽ അഗാധമായ ജ്ഞാനം ഉണ്ടായിരുന്നു. ബഹുഭാഷാ പണ്ഡിതനായിരുന്ന റോയിയെ ഫ്രഞ്ച് വിപ്ലവാശയങ്ങൾ സ്വാധീനിച്ചിരുന്നു. രാജാറാം മോഹൻ റോയുടെ പ്രധാന പ്രവർത്തനങ്ങൾ ചുവടെ ചേർക്കുന്നു. അപ്പോൾ രാജാറാം മോഹൻ റോയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു. ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ആരംഭിച്ചു.
ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. ശൈശവ വിവാഹം, ബഹുഭാര്യാത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. അപ്പോൾ ഇതൊക്കെയാണ് രാജാറാം മോഹൻ റായിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇതെല്ലാം പഠിച്ചു വെക്കുക. പ്രസ്താവന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് രാജാറാം മോഹൻ റോയിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ? സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു. ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. ശൈശവ വിവാഹം, ബഹുഭാര്യാത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. വിഗ്രഹ ആരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. അടുത്തത് ജ്യോതിറാവു ഫൂലെ. മഹാരാഷ്ട്രയിൽ താഴ്ന്നതെന്ന് കണക്കാക്കപ്പെട്ട ജാതികളിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ജ്യോതിറാവു ഫൂലെ. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സത്യശോധക് സമാജം എന്ന സംഘടനയ്ക്ക് അദ്ദേഹം രൂപം നൽകി. അപ്പം അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ പേരാണ് സത്യശോധക് സമാജം. വിധവ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും ഈ സംഘടന ശ്രമങ്ങൾ നടത്തിയിരുന്നു. അപ്പം ഈ സംഘടന എന്തൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നു. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. മഹാരാഷ്ട്രയിലെ ജനത ആദര സൂചകമായി അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചു. മഹാരാഷ്ട്രയിലെ ജനങ്ങൾ അദ്ദേഹത്തിനെ എന്ത് പേരിലാണ് വിളിച്ചത്? മഹാത്മാ. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവിത പങ്കാളിയായ സാവിത്രിബായി ഫൂലെയും ഒപ്പമുണ്ടായിരുന്നു. നിരവധി പെൺപള്ളിക്കൂടങ്ങളും നിശാപാഠശാലകളും സ്ഥാപിച്ചുകൊണ്ട് സാവിത്രിബായിയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. ഇനി പണ്ഡിത രമാബായി. സാമൂഹിക പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമായിരുന്നു പണ്ഡിത രമാബായി. കർണാടക സ്വദേശിയായ രമാബായി സംസ്കൃതം, മറാത്തി, ബംഗാളി തുടങ്ങിയ ഭാഷകൾ സ്വായത്തമാക്കി. സംസ്കൃത സാഹിത്യത്തിലുള്ള അവഗാഹം പരിഗണിച്ച് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ രമാബായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചു. പണ്ഡിത രമാബായി ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിനു വേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു. ഇത്തരം പ്രവർത്തനങ്ങൾക്കായി ആര്യ മഹിളാ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. അപ്പോൾ പണ്ഡിത രമാബായി സ്ഥാപിച്ച സംഘടനയുടെ പേരെന്താണ്? ആര്യ മഹിളാ സമാജം. വിധവകളുടെ പുനരധിവാസത്തിനായി ശാരദാ സദനം എന്ന അഭയ കേന്ദ്രവും സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചു. അപ്പോൾ എന്തൊക്കെയായിരുന്നു പണ്ഡിത രമാബായിയുടെ പ്രവർത്തനങ്ങൾ? ആര്യ മഹിളാ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. വിധവകളുടെ പുനരധിവാസത്തിനായി ശാരദാ സദനം എന്ന അഭയകേന്ദ്രം സ്ഥാപിച്ചു. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചു. 1889 ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അവർ പങ്കെടുത്തു. അപ്പോൾ 1889 ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ആര് പങ്കെടുത്തു? പണ്ഡിത രമാബായി. ഇന്ത്യയിലെ മറ്റു പ്രധാന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെയും സ്ഥാപകരെയും നമുക്ക് പരിചയപ്പെടാം. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചതാരാണ്? ആത്മാറാം പാണ്ഡുരംഗ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗ്. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. തിയോസോഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവഡ്സ്കി, കേണൽ ഓൾക്കോട്ട്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തുലു. സ്വാഭിമാന പ്രസ്ഥാനം ഇ.വി. രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. ഇതാണ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിൻ്റെയൊക്കെ സ്ഥാപകരും. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യക്കാരിൽ ആത്മവിശ്വാസം വളർന്നു.
ഇത് ദേശീയതയുടെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നു. ഗതാഗതവും വാർത്താവിനിമയവും. വ്യാപാരം, വ്യവസായം, സൈനിക ആവശ്യങ്ങൾ എന്നിവയ്ക്കു വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ വിപുലീകരിച്ചു. റെയിൽവേയും പോസ്റ്റൽ സംവിധാനവും കമ്പിത്തപാലും അവർ ആരംഭിച്ചു. ചരക്ക് നീക്കം എളുപ്പത്തിലാക്കാൻ റോഡ് ഗതാഗതം മെച്ചപ്പെടുത്തി. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കാനും ആശയവിനിമയം നടത്താനും പരസ്പരം മനസ്സിലാക്കാനും ഈ സൗകര്യങ്ങൾ ഇന്ത്യക്കാരെ സഹായിച്ചു. അതുവഴി ദേശീയ മനോഭാവം രൂപപ്പെടുകയും ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുകയും ചെയ്തു. ഏകീകൃത ഭരണ സമ്പ്രദായം, നിയമവ്യവസ്ഥ, നാണയ വ്യവസ്ഥ തുടങ്ങിയവ നടപ്പിലാക്കിയതും ജനങ്ങൾക്കിടയിൽ ഐക്യബോധം സൃഷ്ടിച്ചു. രാഷ്ട്രീയ സംഘടനകൾ രൂപം കൊള്ളുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ ഒറ്റക്കെട്ടായി അണിനിരത്തുന്നതിന് സംഘടനകൾ രൂപീകരിക്കണമെന്ന അഭിപ്രായം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നു. ഇതിന്റെ ഫലമായി 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു. അപ്പം ഏതൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ ഇന്ത്യയിൽ രൂപം കൊണ്ടത്? ഇന്ത്യൻ അസോസിയേഷന്റെ പ്രവർത്തന കേന്ദ്രം കൽക്കട്ടയാണ്. അതിന് നേതൃത്വം നൽകിയ നേതാക്കൾ ആരൊക്കെയാണ്? സുരേന്ദ്രനാഥ ബാനർജി, ആനന്ദ മോഹൻ ബോസ്. മദ്രാസ് മഹാജൻ സഭ, അതിൻ്റെ പ്രവർത്തന കേന്ദ്രം മദ്രാസ് ആണ്. നേതൃത്വം നൽകിയ ദേശീയ നേതാക്കൾ എം വീര രാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ, പ്രവർത്തന കേന്ദ്രം ബോംബെ. അതിൻ്റെ നേതൃത്വം നൽകിയ ദേശീയ നേതാക്കൾ ഫിറോസ് ഷാ മേത്ത, കെ ടി തെലാങ്, ബദറുദ്ദീൻ ത്യാബ്ജി. ഇതാണ് ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഈ സംഘടനകൾക്കൊന്നും അഖിലേന്ത്യാ സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഇവയുടെ പ്രവർത്തനം ചില പ്രവിശ്യകളിലും പ്രദേശങ്ങളിലും മാത്രമായി ഒതുങ്ങിയിരുന്നു. ധനികരുടെയും മധ്യവർഗത്തിൻ്റെയും നേതൃത്വത്തിലുള്ള ഇത്തരം സംഘടനകൾക്ക് ബഹുജനങ്ങളെ രാഷ്ട്രീയമായി ബോധവൽക്കരിക്കാൻ സാധിച്ചില്ല. ഈ സാഹചര്യത്തിൽ ഒരു അഖിലേന്ത്യാ സംഘടന രൂപീകരിക്കേണ്ട ആവശ്യകത ശക്തിപ്പെട്ടു. അഖിലേന്ത്യാ സംഘടന രൂപം കൊള്ളുന്നു. 1885 ഡിസംബർ 28 പകൽ 12 മണി ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറിയിൽ ഒരു യോഗം നടക്കുന്നു. 72 പേർ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ചില പ്രധാന സംഘടനകളുടെ പ്രതിനിധികളായി പ്രവർത്തിച്ചവരാണ് അവർ. ഭാഷ കൊണ്ടും മതവിശ്വാസം കൊണ്ടും സമൂഹത്തിൽ ആർജിച്ചിരുന്ന അംഗീകാരം കൊണ്ടും വൈവിധ്യമാർന്ന വ്യക്തിത്വമുള്ളവർ. സംഘാടകരിൽ ഒരാൾ ഇംഗ്ലീഷുകാരനായ അലൻ ഒക്ടോവിയൻ ഹ്യൂം ആയിരുന്നു. W.C. ബാനർജി എന്ന അഭിഭാഷകനായിരുന്നു അന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. ഇത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ എന്നാണ് രൂപീകരിച്ചത്? 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. എവിടെ വെച്ചാണ്? ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലാണ്, സംസ്കൃത കോളേജ്. 72 പേരാണ് ആദ്യത്തെ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നത്. പിന്നെ എന്താണ് സംഘടന? അത് ആരാണ് സംഘടിപ്പിച്ചത്? അലൻ ഒക്ടാവിയൻ ഹ്യൂം, അതായത് A.O. ഹ്യൂമാണ് ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ. അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആദ്യത്തെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ W.C. ബാനർജിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്റർനാഷണൽ കോൺഗ്രസിനെ കുറിച്ച് ഇവിടെ പറയുന്നത്. ഇനി വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ പൊതു അഭിപ്രായം രൂപീകരിക്കുക എന്നതായിരുന്നു ഈ സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക, ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക, പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യുക, രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക, അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ
പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ. ഇതും നല്ലപോലെ നോക്കി വെച്ചേക്കുക. പ്രസ്താവന രൂപത്തിൽ ചോദിച്ചിട്ട് ഇത് ഏതിൻ്റേതാണ് എന്നിങ്ങനെ ചോദിക്കാം. എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിരുന്നു. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം നടത്തിയിരുന്നത് എപ്പോഴാണ്? ഡിസംബർ മാസത്തിലാണ്. അക്കാലത്തെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ ബാനർജി, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ ത്യാബ്ജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, പി ആനന്ദ ചാർലു, RC ദത്ത്, ആനന്ദ മോഹൻ ബോസ്. ഇത്രയും പേരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ. ആരൊക്കെയാ? ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ ബാനർജി, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ ത്യാബ്ജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, പി ആനന്ദ ചാർലു, RC ദത്ത്, ആനന്ദ മോഹൻ ബോസ്. സി ശങ്കരൻ നായർ, സർ സി ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി. ഇപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? R ശങ്കരൻ നായരാണ്. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇദ്ദേഹം കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത്. അപ്പൊ ശങ്കരൻ നായർ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത് എന്നാണ്? 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളെ ദുർബലപ്പെടുത്താൻ ബ്രിട്ടീഷ് അധികാരികൾ പലതരം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അവയിൽ പ്രധാനമായിരുന്നു ബംഗാൾ വിഭജനം. ദേശീയ പ്രസ്ഥാനത്തിന്റെ ശക്തി കേന്ദ്രമായ ബംഗാൾ പ്രവിശ്യയെ രണ്ടായി വിഭജിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. നിലവിലുള്ള ബംഗാൾ പ്രവിശ്യ വിസ്തൃതമാണെന്നും കാര്യക്ഷമമായ ഭരണ നിർവഹണത്തിന് വിഭജനം അനിവാര്യമാണെന്നുമാണ് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു വാദിച്ചത്. അപ്പൊ ബംഗാൾ വിഭജിച്ചതാരാണ്? കഴ്സൺ പ്രഭുവാണ്. ബംഗാളിനെ കിഴക്കൻ ബംഗാൾ, പടിഞ്ഞാറൻ ബംഗാൾ എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചു. കിഴക്കൻ ബംഗാൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമായിരുന്നു. വിഭജനം നിലവിൽ വന്ന 1905 ഒക്ടോബർ 16. അപ്പോൾ എന്നാണ് ബംഗാൾ വിഭജനം നിലവിൽ വന്നത്? 1905 ഒക്ടോബർ 16. ആരാണ് വിഭജിച്ചത്? കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടത്തിയത്. ബംഗാളിലുടനീളം ദുഃഖാചരണം നടന്നു. കൽക്കത്തയിൽ ഹർത്താൽ ആചരിച്ചു. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച അമർ സോണാർ ബംഗ്ല എന്ന ദേശഭക്തി ഗാനവും ആലപിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവുകളിൽ സംഘടിച്ചു. അമർ സോണാർ ബംഗ്ല എഴുതിയത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. ദേശഭക്തി ഗാനമാണ് അമർ സോണാർ ബംഗ്ല, എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ. ഈ പ്രതിഷേധങ്ങൾ ഒരു വലിയ സമരമായി മാറി. ഇത് സ്വദേശി പ്രസ്ഥാനമെന്ന് അറിയപ്പെടുന്നു. അപ്പോൾ സ്വദേശി പ്രസ്ഥാനമാണ് ബംഗാൾ വിഭജനത്തിന് തുടർന്നുണ്ടായ സമര പ്രസ്ഥാനമാണ് എന്ത് സ്വദേശി പ്രസ്ഥാനം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാക്കിയത് സ്വദേശി പ്രസ്ഥാനത്തോടു കൂടിയാണ്. ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന സമരരീതി. ഏത് പ്രസ്ഥാനത്തിന്റെ? സ്വദേശി പ്രസ്ഥാനം. സ്വാശ്രയം എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാന ആശയം. സ്വദേശി വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളും വിജയിപ്പിക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും അങ്ങനെ സർക്കാരിന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുകയുമായിരുന്നു സ്വദേശി സമരത്തിന്റെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി നിരവധി തുണിമില്ലുകൾ, സോപ്പ് നിർമ്മാണശാലകൾ, തീപ്പെട്ടി ഫാക്ടറികൾ, കൈത്തറി സ്ഥാപനങ്ങൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ ആരംഭിച്ചു. അപ്പോൾ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് എന്തൊക്കെ ആരംഭിച്ചത്? നിരവധി തുണിമില്ലുകൾ, സോപ്പ് നിർമ്മാണശാലകൾ, തീപ്പെട്ടി ഫാക്ടറികൾ, കൈത്തറി സ്ഥാപനങ്ങൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ തുടങ്ങിയവ ആരംഭിച്ചത്. ആചാര്യ PC റോയ് ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ. അപ്പോൾ ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആരംഭിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? ആചാര്യ PC റോയ്. രവീന്ദ്രനാഥ ടാഗോർ തുടക്കമിട്ട സ്വദേശി സ്റ്റോർ. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഏതാണ് സ്വദേശി സ്റ്റോർ? വി ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി. അപ്പോൾ വി ചിദംബരം പിള്ള ആരംഭിച്ചത് ഏതാണ്? സ്വദേശി സ്റ്റീം
നാവിഗേഷൻ കമ്പനി. ജംഷഡ്ജി ടാറ്റ സ്ഥാപിച്ച സ്റ്റീൽ ഫാക്ടറി. അപ്പോൾ സ്റ്റീൽ ഫാക്ടറി സ്ഥാപിച്ചതാരാണ്? ജംഷഡ്ജി ടാറ്റ. എന്നിവയും സ്വദേശി സമരത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ടവയാണ്. ഇപ്പോൾ ഇവിടെ പറയുന്നത് സുരേന്ദ്രനാഥ ബാനർജി സ്വദേശി പ്രസ്ഥാനത്തിനെ കുറിച്ച് നൽകിയ വിവരണം. അതിൻ്റെ ആവശ്യമില്ല, അടുത്ത് നോക്കാം. ഇത്തരം പ്രചരണ പരിപാടികൾ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുകയും ഇന്ത്യൻ ജനതയിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. ഇതിലൂടെ ഇന്ത്യയിലെ സാധാരണക്കാരും സ്ത്രീകളും വിദ്യാർത്ഥികളും ആദ്യമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളായി. ഈ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം സാംസ്കാരികം, വിദ്യാഭ്യാസം, സാമ്പത്തികം, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ അനുഭവപ്പെട്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനും സ്വദേശി എന്ന പുതിയ സമരമാർഗം സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന ചെയ്യാനും സ്വദേശി പ്രസ്ഥാനത്തിന് സാധിച്ചു. സ്വദേശി പ്രസ്ഥാനം ദേശീയ സമരത്തെ സാധാരണക്കാരിലേക്ക് എത്തിച്ചു. സ്വദേശി സമിതികൾ. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനുമായി പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സംഘടനകളാണ് സ്വദേശി സമിതികൾ. അശ്വനികുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി ബാന്ധവ് സമിതി ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നു. അപ്പം അശ്വനി കുമാർ ദത്ത് രൂപീകരിച്ച സമിതിയുടെ പേരെന്താണ്? സ്വദേശി ബാന്ധവ സമിതി. സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക, പകർച്ചവ്യാധിയും മറ്റും മൂലം ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുക, സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അശ്വനി കുമാർ ദത്തിൻ്റെ സ്വദേശി ബാന്ധവ സമിതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക, പകർച്ചവ്യാധിയും മറ്റും മൂലം ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുക, സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. ഇനി മിതവാദികളും തീവ്ര ദേശീയവാദികളും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തന രീതികളെ സംബന്ധിച്ച് നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിന്നിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ആദ്യകാല നേതാക്കൾ തയ്യാറായിരുന്നില്ല. അവർ മിതവാദികൾ എന്നാണ് അറിയപ്പെട്ടത്. ആരൊക്കെയാണ് മിതവാദികൾ? ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി എന്നിവരായിരുന്നു അവരിൽ പ്രധാനികൾ. അപ്പോൾ ഇവരായിരുന്നു മിതവാദികൾ. സമാധാനപരവും രക്തരഹിതവുമായ സമരങ്ങളിലൂടെയും യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയിലൂടെയും അവർ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. മിതവാദികളുടെ ആശയങ്ങളോടും പ്രവർത്തനങ്ങളോടും അതൃപ്തരായ മറ്റൊരു വിഭാഗം കോൺഗ്രസിൽ ശക്തരായി. അവർ തീവ്ര ദേശീയവാദികൾ എന്നറിയപ്പെട്ടു. ആരാണ് തീവ്ര ദേശീയവാദികൾ? ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് എന്നിവരായിരുന്നു ഇവരിൽ പ്രധാനികൾ. അപ്പോൾ ഇവർ മൂന്നുപേരുമാണ് തീവ്ര ദേശീയവാദികളിൽ പ്രധാനപ്പെട്ടത്. ആരൊക്കെയാണ്? ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്. ഇവരുടെ പ്രവർത്തന രീതികൾ മിതവാദികളുടേതിൽ നിന്നും തികച്ചും വിഭിന്നമായിരുന്നു. സ്വദേശി ബഹിഷ്കരണം തുടങ്ങിയ വിപ്ലവകരമായ പ്രവർത്തന രീതികൾ സ്വീകരിച്ച ഇവർ ശക്തമായ പ്രത്യക്ഷ സമരത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാൻ കഴിയൂ എന്ന് വാദിച്ചു. മിതവാദികളുടെയും തീവ്ര ദേശീയവാദികളുടെയും അഭിപ്രായ ഭിന്നതകൾ 1907 സൂററ്റ് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് രൂക്ഷമായി. അപ്പം മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായിട്ട് തിരിഞ്ഞ ഒരു കോൺഗ്രസ് സമ്മേളനമാണ് ഏത്? 1907 സൂററ്റ് കോൺഗ്രസ് സമ്മേളനം. സമ്മേളനം തുടർന്നു കൊണ്ടുപോവുക പോലും അസാധ്യമായി. ഈ സംഭവ വികാസങ്ങൾ കോൺഗ്രസിനെ പിളർപ്പിലേക്ക് നയിച്ചു. കോൺഗ്രസിലുണ്ടായ പിളർപ്പ് ബ്രിട്ടീഷുകാർ വളരെ സമർത്ഥമായി മുതലെടുത്തു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയം കൂടുതൽ ആഴത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് ഇതിലൂടെ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. ബ്രിട്ടീഷുകാർ തീവ്ര ദേശീയവാദികൾക്കെതിരെ കർശന നടപടികൾ ആരംഭിച്ചു. നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ബാലഗംഗാധര തിലക് ഉൾപ്പെടെ പലരെയും നാടുകടത്തി. പല നേതാക്കളും രാഷ്ട്രീയം ഉപേക്ഷിച്ചു. ജനരോക്ഷം തണുപ്പിക്കുന്നതിനും കോൺഗ്രസിലെ മിതവാദികളെ സ്വാധീനിക്കുന്നതിനും വേണ്ടി ചില ഭരണപരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി. 1909 നടപ്പിലാക്കിയ മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ ഇത്തരത്തിലുള്ളതായിരുന്നു. അപ്പം മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് എന്ന് 1909. ഈ പരിഷ്കാരത്തിലെ പ്രധാന വ്യവസ്ഥകളാണ്: മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക,
നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക തുടങ്ങിയവ. അപ്പം മിൻറ്റോ മോർലി പരിഷ്കാരങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ്? മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക, നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക. സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ രൂപീകരണം. ആഗാ ഖാന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം പ്രതിനിധി സംഘം സിംലയിൽ വെച്ച് മിൻറ്റോ പ്രഭുവിനെ കാണുകയും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. സർക്കാരിന്റെ എല്ലാ തലങ്ങളിലും തങ്ങളുടെ സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യം നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങളോടുള്ള വൈസ്രോയുടെ പ്രതികരണം തികച്ചും അനുകൂലമായിരുന്നു. ഇത് മുസ്ലിങ്ങൾക്കായി ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന ആരംഭിക്കാൻ പ്രചോദനമാവുകയും 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമാവുകയും ചെയ്തു. അപ്പം സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമായതെന്നാണ് 1906 ലാൽ ബാൽ പാൽ. സ്വദേശി പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്ത് പകർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ തീവ്ര ദേശീയ നേതാക്കളാണ് ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ എന്നിവർ. ഇവർ ലാൽ ബാൽ പാൽ എന്ന് അറിയപ്പെടുന്നു. ഇനി ഹോം റൂൾ ലീഗ്. 1914 ആരംഭിച്ച 1914 എന്താണ്? ഒന്നാം ലോക യുദ്ധത്തിന്റെ കാലത്ത്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചത് 1914 രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമായി. ഇതിന് നേതൃത്വം നൽകിയത് ഹോം റൂൾ ലീഗ് എന്ന സംഘടനയായിരുന്നു. ഹോം റൂൾ ലീഗ് ആനി ബസന്റിന്റെയും ബാലഗംഗാധര തിലകിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനപിന്തുണ നേടി. അപ്പം ആരുടെ നേതൃത്വത്തിലായിരുന്നു ഹോം റൂൾ ലീഗ് ഉണ്ടായത്? ആനി ബസന്റിന്റെയും ബാലഗംഗാധര തിലകിന്റെയും നേതൃത്വത്തിൽ. ഹോം റൂൾ അഥവാ സ്വയം ഭരണമായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം. ഹോം റൂൾ ലീഗിന്റെ പ്രചരണത്തിനായി ആനി ബസന്റും ബാലഗംഗാധര തിലകും രാജ്യത്തുടനീളം സഞ്ചരിക്കുകയും ഇതിന്റെ ശാഖകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഹോം റൂൾ ലീഗിന്റെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ ഗവൺമെന്റ് ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. പിന്നീട് ജയിൽ മോചിതയായ അവർ 1917 കൽക്കട്ട സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആനി ബസന്റ് ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷനായത് ഏത് വർഷമാണ്? 1917 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യ വനിതയാണ് ആനി ബസന്റ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യ വനിത ആനി ബസന്റ് ആണ്. എന്നാണ്? 1917 കൽക്കത്ത സമ്മേളനം. ഐക്യത്തിന്റെ ലക്നൗ. 1916 കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നടന്നത് ലക്നൌവിലായിരുന്നു. അപ്പോൾ 1916 കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? ലക്നൌവിലാണ്. ഈ സമ്മേളനം ചില സുപ്രധാന തീരുമാനങ്ങളാൽ ശ്രദ്ധേയമായിരുന്നു. മിതവാദികളും തീവ്ര ദേശീയവാദികളും ഐക്യപ്പെടാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സർവേന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ സമ്മേളനത്തിൽ തീരുമാനിച്ചു. അപ്പം മിതവാദികളും തീവ്ര ദേശീയവാദികളും ഒന്നിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് എന്ന് ചോദിച്ചാൽ 1916 കോൺഗ്രസ് സമ്മേളനം. അപ്പം മിതവാദികളും തീവ്രവാദികളും എന്ന് രണ്ടായിട്ട് പിളർന്ന കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1907 സൂററ്റ് സമ്മേളനം. ഇതര വഴികളിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമര രീതിയിൽ നിന്നും വ്യത്യസ്തമായി ചിലർ രഹസ്യ വിപ്ലവ സംഘടനകൾ രൂപീകരിച്ച് സായുധ സമരത്തിന്റെ മാർഗം അവലംബിച്ചു. പാശ്ചാത്യ സാമ്രാജ്യത്തെ ഹിംസയിലൂടെ മാത്രമേ അമർച്ച ചെയ്യാൻ കഴിയൂ എന്ന് അവർ വിശ്വസിച്ചു. അവയിൽ ചിലതാണ് പട്ടികയിൽ നൽകിയിട്ടുള്ളത്. ഏതൊക്കെയാണ്? വിപ്ലവ സംഘടനകൾ. അനുശീലൻ സമിതി ഉടലെടുത്തത് എവിടെയാണ്? ബംഗാളിലാണ്. നേതൃത്വം കൊടുത്തത് സച്ചീന്ദ്രനാഥ് സന്യാൽ, അരബിന്ദോ ഘോഷ്. അപ്പം അനുശീലൻ സമിതി രൂപീകരിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? സച്ചീന്ദ്രനാഥ് സന്യാൽ, അരബിന്ദോ ഘോഷ്. രണ്ടുപേരും കൂടിയാണ് അനുശീലൻ സമിതി രൂപീകരിച്ചത്. എവിടെയാണ്? ബംഗാളിൽ. ഇനി ഭാരത് മാതാ അസോസിയേഷൻ മദ്രാസിലാണ് രൂപീകരിച്ചത്. നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്. അപ്പോൾ ഇവർ മൂന്നുപേരും കൂടിയാണ് ഭാരത് മാതാ അസോസിയേഷൻ മദ്രാസിൽ രൂപീകരിച്ചത്. യുഗാന്തർ പാർട്ടി ബംഗാളിലാണ് രൂപം കൊണ്ടത്. റാഷ് ബിഹാരി ബോസ്
ഖുദിറാം ബോസ്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ്, റാഷ് ബിഹാരി ബോസും ഖുദിറാം ബോസുമാണ് യുഗാന്തർ പാർട്ടിയുടെ ഉപജ്ഞാതാക്കൾ. എവിടെയാണ്? ബംഗാളിലാണ് രൂപം കൊണ്ടത്. ഗദർ പാർട്ടി അമേരിക്കയിലാണ് രൂപം കൊണ്ടത്. ലാല ഹർദയാലാണ് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഗദർ പാർട്ടി രൂപം കൊണ്ട സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ? അമേരിക്ക. രൂപം കൊടുത്തത് ലാല ഹർദയാൽ. ബ്രിട്ടീഷുകാരുടെ വിവിധ ചൂഷണ നയങ്ങളും അതിനെതിരെ ഇന്ത്യൻ ജനത സ്വീകരിച്ച ചെറുത്തുനിൽപ്പുകളുമാണ് ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയിലേക്ക് നയിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരായ ഇന്ത്യൻ ജനതയുടെ ചെറുത്തുനിൽപ്പുകൾക്ക് ഒരു സംഘടിത രൂപം കൈവന്നു. അക്കാലത്തെ ഏറ്റവും ശക്തമായ ജനകീയ പ്രക്ഷോഭമായിരുന്നു ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാനം. പിൽക്കാലത്ത് ഗാന്ധിജി നേതൃത്വം ഏറ്റെടുത്തതോടെ സ്വാതന്ത്ര്യ സമരം കൂടുതൽ ജനകീയവും ശക്തവുമായി തീർന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സെക്കൻഡ് ചാപ്റ്റർ തീർന്നു. ഇതിനകത്ത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. നല്ലപോലെ പഠിച്ചു വെക്കുക. ഇതിൻ്റെ നോട്ട്സ് ടൈപ്പ് ചെയ്യുന്നതനുസരിച്ച് ഇട്ടേക്കാം. ഇപ്പം ലൈവ് ക്ലാസ് വരുമ്പോൾ ഇതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. ഓക്കെ.